ഹായ്. അപ്പോൾ നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറേ പേര് വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, സാർ എങ്ങനെയെങ്കിലും എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കൂടി പെട്ടെന്ന് പഠിച്ചു പോകാം. ഇതും വലിയ റിസ്ക് ഒന്നും ഇല്ല കേട്ടോ, ചെറിയൊരു ഇൻറ്റഗ്രേഷൻ്റെ ആവശ്യമുള്ളൂ. വലിയ എല്ലാവരും ഭയങ്കര സംഭവമാണെന്ന് പറയണ പോലെ തോന്നി എനിക്ക്. നിങ്ങൾ എല്ലാവരും എന്താ പറയുക, സാർ എക്സ്പൊണൻഷ്യൽ കൂടി ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, അതിനൊന്നും ആവശ്യമില്ല, അത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. അതിൽ റിസ്ക് എന്നുള്ളത് ബൈനോമിയലും പോയിസോണും അത് മാത്രമാണ്. കാരണം അതിൽ ക്വസ്റ്റ്യൻ കണ്ടാൽ അവർ പറയുന്നില്ല ബൈ യൂസിങ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നോ ബൈ യൂസിങ് ബൈനോമിയൽ എന്നൊന്നും ക്വസ്റ്റ്യനിൽ പറയില്ല. പക്ഷേ എക്സ്പൊണൻഷ്യലിനെ മിക്ക പ്രോബ്ലമൊക്കെ അതിൽ ക്വസ്റ്റ്യനിൽ തന്നെ പറയും ഇത് അതാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ വലിയ റിസ്ക് ഒന്നുമില്ല. ബാക്കി നോർമൽ ഡിസ്ട്രിബ്യൂഷനും ക്വസ്റ്റ്യനിൽ പറയും ഇറ്റ് ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയും. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഇപ്പോൾ കുറേ പേര് സാർ ട്യൂഷൻ എടുക്കുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് എന്നെ ഇപ്പോൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ക്രാഷ് ആയിട്ട് അവർക്ക്, അതായത് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എന്നല്ല, അവർക്ക് പെട്ടെന്ന് ഓടിച്ചെത്താൻ പറ്റുന്നില്ല, കറക്റ്റ് മനസ്സിലാകാത്തവർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നാളെ മുതൽ ഒരു ക്രാഷ് എന്തായാലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം എനിക്കൊരു എന്താ പറയുക, ഒരു PSC എക്സാം വരുന്നുണ്ടാവും November 7th UP സ്കൂൾ ടീച്ചർ. അതും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് തന്നെ ഒരു പോസ്റ്റുണ്ട്. അപ്പോൾ അതിന് രണ്ടിനും വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ചെയ്തിട്ട് ട്യൂഷനെല്ലാം ഒഴിവാക്കിയതാണ്. ഇനി ഞാൻ ക്ലാസ് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ടാണ് വാട്സപ്പൊക്കെ ക്യാൻസൽ ചെയ്തത്. അപ്പോഴാണ് ഇപ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കുന്നതുകൊണ്ട് എന്തായാലും ഒരു 5 ദിവസം കൂടി വെയിറ്റ് ചെയ്യുക, അതായത് നിങ്ങളുടെ എക്സാം കൂടി കഴിഞ്ഞിട്ട് ട്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഈ ഒരു കൊറോണ സിറ്റുവേഷൻ വന്നപ്പോഴേ, ഫുൾ ലോക്ക്ഡൗൺ ആയപ്പോഴാണ് സർക്കാർ ജോലിക്കാർക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് മനസ്സിലായി. നമുക്കൊന്നും ഈ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും വലിയ ഒരു സ്കോപ്പും ഇല്ല. അപ്പോൾ സർക്കാർ ജോലിക്കാരാണെങ്കിൽ മാത്രമേ ഫുൾ പേയ്മെൻറ്റ് അങ്ങനെയൊക്കെ കിട്ടുന്നുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഹാഫ് പേയ്മെൻറ്റ്, ചിലപ്പോൾ സാലറി ഇല്ല, അങ്ങനത്തെ ഒക്കെ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് സപ്ലൈ ക്ലിയർ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും നല്ല പോസ്റ്റിൽ, സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് പോസ്റ്റിൽ കയറാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്ക് എല്ലാവരും വിചാരിച്ചു സാർ സപ്ലൈക്ക് ക്ലിയർ ചെയ്ത് ഞങ്ങൾ എങ്ങനെ കയറാനെന്ന്. അങ്ങനെയൊന്നുമില്ല. കാരണം മിക്ക ആൾക്കാരും സർക്കാർ ജോലിയിൽ കയറുന്നവർ അത്ര വലിയ പുലികളൊന്നുമല്ല. കണ്ടോ, പുലികളായിട്ടുള്ള ആൾക്കാർക്കൊന്നും ഗവൺമെൻറ് ജോബ് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വർക്ക് ചെയ്യുക. ഒരുപാട് വേക്കൻസികളുണ്ട്. കാരണം പോളിടെക്നിക്കിൽ പഠിപ്പിക്കാൻ തന്നെ BTech മതി. നിങ്ങൾ BTech ക്വാളിഫിക്കേഷനിലുള്ള ടീച്ചർമാരായിരിക്കും പോളിടെക്നിക്കിൽ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ. അപ്പോൾ അങ്ങനെ പോസ്റ്റുകളുണ്ട്. ലെക്ചറായിട്ട് നിങ്ങൾക്ക് കയറാം. ഓക്കെ, അതുപോലെ അവിടെ ലാബുണ്ട്. അങ്ങനെ ഒരുപാട് നിങ്ങൾ എന്താ പറയുക, പോളിടെക്നിക്കിൽ തന്നെ ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ പോസ്റ്റിലേക്കും, റെയിൽവേ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾക്ക് എഞ്ചിനീയർമാരെ പ്രത്യേകിച്ച് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും സപ്ലൈ എഴുതി ക്ലിയർ ചെയ്യുക, നേരെ സർക്കാർ ഗവൺമെൻറ് ജോബിന് വേണ്ടി വർക്ക് ചെയ്യുക കേട്ടോ. ഇനി കൂടുതലായിട്ട് MTech എടുത്ത് മറ്റേതെടുത്ത് അങ്ങനെയൊക്കെ പോകാൻ നിൽക്കേണ്ട. അത് പൊക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, ഗവൺമെൻറ് ജോബിന് കൂടി പഠിക്കുക. അപ്പം ഞാൻ ഇപ്പോഴാണ് ഒരു ബോധത്തിൻ്റെ, അതുകൊണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ട്യൂഷൻ ഒഴിവാക്കിയത്. ഓക്കെ, അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഏകദേശം 10 പേര് തന്നെ ഇപ്പോൾ തന്നെ അയക്കണം. കുറേ പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ക്രാഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. വലിയ ഫീസൊന്നും മേടിക്കുന്നില്ല കേട്ടോ. എങ്കിലും ഫീസ് മേടിക്കാതിരിക്കുന്നില്ല, കാരണം അറിയാം അത്രയും റിസ്ക്കുള്ള ടോപ്പിക്കാണ്. കാരണം അറിയാം, ഞാൻ പഠിപ്പിച്ചതെന്ന് വെച്ച് ഏറ്റവും റിസ്ക്കുള്ള ടോപ്പിക്കാണ് നമ്മുടെ ECക്കാരുടെ റാൻഡം പ്രോസസ്സൊക്കെ. അതൊക്കെ വരുന്ന S4-നാണ്. ഇതേപോലെ തന്നെയാണ് അണ്ണാ യൂണിവേഴ്സിറ്റി എടുത്താലും അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഇതേപോലെ 4th സെമ്മിലാണ് അവർക്ക് ഏറ്റവും റിസ്ക്കുള്ള പേപ്പർ, ഒരു പ്രോബബിലിറ്റി ആൻഡ് റാൻഡം പ്രോസസ്സൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റിസ്ക് ഉള്ളതാണ്. നിങ്ങൾ പുറമെ ക്ലാസ്സിന് പോയാലും ഞാൻ തന്നെ വാങ്ങിക്കുന്നത് 3000 അല്ലെങ്കിൽ 4000, അങ്ങനെ ഓരോ യൂണിറ്റിന് ടഫ് അനുസരിച്ചിട്ട് 5000 അങ്ങനെ റേഞ്ചിലൊക്കെ നമ്മൾ ട്യൂഷനൊക്കെ ഫീസ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊന്നും പറയുന്നില്ല, 1000 രൂപീസ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു 4 ദിവസം കൊണ്ട്, പരമാവധി നാളെ 10 അല്ലേ, 10th 15-ാം തീയതി നമ്മുടെ എക്സാം അല്ലേ. അപ്പോൾ 10, 11, 12, 13, ഓക്കെ, 4 ദിവസം കൊണ്ട് നമുക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ 14-ാം തീയതി ഒന്ന് ഫുള്ള് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ 15-ാം തീയതി നമുക്ക് പാസ്സാകാൻ പറ്റും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, എൻ്റെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ്, ഇപ്പോൾ വാട്സപ്പ് വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. 15-ാം തീയതി വരെ വാട്സപ്പ് വീണ്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ പറഞ്ഞുതരാം. 9020304849. ഓക്കെ, ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകിച്ചട കേട്ടോ, പരസ്യത്തിനായിട്ട് പറയല്ല. താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി, ഒരു നിർബന്ധമില്ല കേട്ടോ. അതായത് എല്ലാ വീഡിയോസും ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ECയുടെ റാൻഡം പ്രോസസ്സിലെ എന്താ പറയുക, അവർക്ക് കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ഒരു മാർക്കോ ചെയിനും അങ്ങനെ ഒരു പോയിസൺ പ്രോസസ്സ്, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക് കൂടി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അവരും പേടിക്കുന്നുണ്ട് കേട്ടോ.
അത് വീഡിയോയിൽ മനസ്സിലാകാത്തവരാണ് വിളിക്കുന്നത്. അതായത് പെട്ടെന്ന് അവർക്ക് അങ്ങനെ വീഡിയോ കണ്ടാൽ മനസ്സിലാകാതെ ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മനസ്സിലാകുന്ന കുറേ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് എല്ലാവർക്കും പറയുന്നില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോളൂ. നാളെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 1000 rupees ഫീസ്. അത് ഫസ്റ്റ് ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എന്താ പറയുക, ക്ലാസ്സിൽ ഇതിൻ്റെ നമ്മുടെ യൂട്യൂബിൽ കാണുന്നത് അതും തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെറ്റർ ആണെങ്കിൽ മാത്രം ഫീസ് അടച്ചാൽ മതി കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ കൂടുതൽ പറയുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം പോലെ തന്നെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനാണ്. അതിലും ഇൻ്റഗ്രേഷനാണ്, പേടിക്കേണ്ട, വലിയ ഇൻ്റഗ്രേഷൻ ഒന്നുമില്ല. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കൂടെ പറയുന്നില്ല ഈ ഫോമിൽ എഴുതാണ്. അതായത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ x is said to follow exponential distribution if its probability density function is given by f of x equal to, എന്താണ് f of x ന്റെ വാല്യൂ? f of x equal to, ഞാൻ ബാക്കിയുള്ളതൊക്കെ മാഷികളാണ്, നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കുകയാണ്. f of x equal to എന്താണ്? lambda e raised to minus lambda x. എന്താണ് ഫോർമുല? f of x equal to നമ്മുടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ പോലെ തന്നെ ലാംഡയാണ്. ചില ടെസ്റ്റിൽ ആൽഫ എന്നൊക്കെ പറയുന്നുണ്ട്. ഇഷ്ടമുള്ള പോലെ പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ്. ഇതാണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ. ചിലരുടെ ടെസ്റ്റിൽ എം ആണ്, എം ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എക്സ് എന്നൊക്കെയാണ്. എന്ത് വന്നാലും ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആ കോൺസ്റ്റന്റ് എക്സ്. ഇതാണ് എന്ത്? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആ തിയറി ഉണ്ട്. ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ പ്രോബ്ലം പഠിപ്പിച്ചിട്ട് തിയറി ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൽ വരുന്നത് ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ആണ്. അതായത് എന്താ പറയുക, ഇതിൽ നമുക്ക് തിയറി പഠിക്കേണ്ടത് മീൻ കണ്ടുപിടിക്കാൻ പഠിക്കണേ. മീൻ എന്ന് പറഞ്ഞാൽ 1/λ. മീൻ 1/λ. അതുപോലെ വേരിയൻസ് പഠിക്കണേ. വേരിയൻസ് 1/λ² ആണ്. ശ്രദ്ധിക്കണേ, പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ ലാംഡയാണ് എങ്കിൽ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്താണ്? 1/λ കേട്ടോ. ഓക്കെ, അതുപോലെ വേരിയൻസ് കിട്ടി. ദെൻ MGF പഠിക്കണേ. മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ ആണ്. MGFന്റെ വാല്യൂ λ/λ-t ആണ്. ഓക്കെ, ഇത് മൂന്നും നമ്മൾ പഠിക്കും. ഇതിലുള്ള തിയറിയാണ്. അതായത് മീനും വേരിയൻസ് MGF. ഇത് ഞാൻ പറഞ്ഞ പോലെ ഉടായ്പ ചെയ്യാം. എന്താണ് ഫോർമുലാസ് എഴുതുക, സ്റ്റെപ്പ് എഴുതുക, അവസാനം ഇത് ബൈഹാർട്ട് ചെയ്തിട്ട് ആൻസർ എഴുതിച്ചോളൂ കേട്ടോ. അപ്പോൾ അത് മാർക്ക് ചെയ്തത്. അപ്പോൾ എന്താണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് വിളിക്കുന്നത് എന്താണ്? 1/λ ആണ്. വേരിയൻസ് എന്നത് 1/λ² ആണ്. ആൻഡ് MGF എന്ന് പറയുന്നത് എന്താണ്? λ/λ-t ആണ്. അത് മൂന്നും ബൈഹാർട്ട് ചെയ്തല്ലോ. എന്താണ്? മീൻ 1/λ, വേരിയൻസ് 1/λ², MGF എന്നുള്ളത് λ/λ-t. ഓക്കെ, അതുപോലെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു തിയറി ഉണ്ടല്ലേ, ആ തിയറി കൂടി പഠിക്കണേ. ആ തിയറി എക്സാമിന് പ്രൂഫായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും അത് ചെയ്യുന്നില്ല, എങ്കിലും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫോർമുല ഒന്ന് ആവശ്യമുണ്ട്. ഓക്കെ, എവിടെ അത് ഫോർമുല? ഓടിക്കാൻ എടുത്തിട്ട് സമയം കുറയല്ല, അത് ഞാൻ മറന്നു പോയി. ഓക്കെ, ഒരു മെമ്മറിലെസ് പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് മെമ്മറിലെസ് പ്രോപ്പർട്ടി ഓഫ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ? മെമ്മറിലെസ് പ്രോപ്പർട്ടി ഇങ്ങനെ ഒരു ഫോർമുലയാണ്. ആ ഫോർമുലയുടെ പ്രൂഫ് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ചെറിയൊരു സെൻറ്റൻസ് ഉള്ളൂ, ഒരു ചെറിയ പാരഗ്രാഫാണ്. ആ പാരഗ്രാഫിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഞാനിപ്പോൾ എഴുതുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിൻ്റെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ s+t given എക്സ് ഗ്രേറ്റർ ദാൻ എസ്. ഇങ്ങനെ ചോദിക്കും. എങ്ങനെയാണ്? പ്രോബബിലിറ്റി ഓഫ്, അതായത് ശ്രദ്ധിക്കണേ, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലത്തിലെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ചോദിക്കും. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം ഗിവൺ വേറൊരു കാര്യം. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇങ്ങനെ തന്നെ വരും. എക്സ് ഗ്രേറ്റർ ദാൻ s+t ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ, രണ്ടും ഗ്രേറ്റർ ദാൻ വരും. ഇവിടെ ഗ്രേറ്റർ ദാൻ s+tയും ഗ്രേറ്റർ ദാൻ ഇതിനേക്ക് ഈ സെയിം വാല്യൂ ഇങ്ങനെ വരികയാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്കൊരു റിസൾട്ട് എഴുതാണ്. ഇത് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഫോർമുല ഇങ്ങനെയാണ്. നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ ഫസ്റ്റ് മോഡ്യൂളിൽ ചോദിച്ചിട്ടുണ്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ പ്രോബ്ലംസ്. ഓക്കെ, P of A given B എന്ന് പറഞ്ഞാൽ P of A intersection B by P of B. ഇങ്ങനെ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് പ്രോബബിലിറ്റിയുടെ കെയുടെ വാല്യൂ കാണുന്ന പ്രോബ്ലം അല്ലേ. ഇന്നൊരു കുട്ടി എനിക്ക് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് ചെയ്യേണ്ടത്.
പക്ഷേ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഈ ഫോമുല വെച്ച് ചെയ്യേണ്ട, അതിനൊരു ഷോർട്ട് കട്ട് ഫോമുല ഉണ്ട്. അതിൻ്റെ പ്രൂഫാണ് ഞാൻ പറഞ്ഞത്, മെമ്മറിലെസ് പ്രോപ്പർട്ടി ഓഫ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ഇതാണ് പറയുന്നത്. ഇത് മുഴുവൻ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ടി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് മെമ്മറിലെസ് പ്രോപ്പർട്ടി ഓഫ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ് മെമ്മറിലെസ് പ്രോപ്പർട്ടി ഓഫ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ? അതായത് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എസ് പ്ലസ് ടി ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ എസ് ചെയ്യാൻ ചോദിച്ചാൽ അത് ഈ എക്സ് ഇതൊക്കെ മറന്നു പോയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ടി മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് ചെറിയൊരു ഇൻ്റഗ്രേഷനോട് ആവശ്യമുണ്ട് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതായത് +2ൻ്റെ ബേസിക്, +2 വേണ്ട, +1ൻ്റെ ബേസിക്കിലുള്ള ഒരു ഫോമുലയാണ് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ, ഇ റേസ് ടു എക്സ്. അത്രയേ ഉള്ളൂ. ആ റിസൾട്ട് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇൻ്റഗ്രൽ ഇ റേസ് ടു 2t dt ഇങ്ങനെയായിരിക്കും ഇവിടെ വരിക. അവിടെ മൈനസ് വരെ ഇ റേസ് ടു -2t dt എന്ന് പറഞ്ഞാൽ എന്താ വരിക, അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് ഇൻ്റഗ്രൽ എന്താണ്, ഇ റേസ് ടു -2t തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷനാണ് വരിക. ഇൻ്റഗ്രൽ ഇ റേസ് ടു -2t എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു -2t തന്നെയാണ്, പക്ഷേ ബൈ അതിനുള്ളിലുള്ള കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. എന്താണ് കോൺസ്റ്റന്റ്, -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു എക്സാമ്പിൾ കൂടി എഴുതാം. ഇൻ്റഗ്രൽ ഇ റേസ് ടു -40,000 t dt എന്ന് വരികയാണെങ്കിൽ എന്തായിരിക്കും അതിന് ഇൻ്റഗ്രൽ, അത് തന്നെയാണ് എഴുതുക. അതായത് ഇ റേസ് ടു -40,000 t ബൈ -40,000 അതിലുള്ള കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ആ ഒരു സ്റ്റെപ്പ് അറിഞ്ഞാൽ ഇതിലെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ പ്രോബ്ലവും നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേടിക്കേണ്ട, വലിയ ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്രാവശ്യം എക്സാമിന് ചോദിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം എക്സാം തന്നെ നടത്തുന്നത് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ എക്സാം നടക്കുന്നത് ശരിയായിട്ട് തോന്നിയില്ല. വേണമെങ്കിൽ ഓൺലൈൻ എക്സാമാണ്, മറ്റേ NIT-ലും IIT-ലൊക്കെ ഓൺലൈൻ എക്സാമാണ് നടത്തുന്നത്. പക്ഷേ ഓൺലൈൻ എക്സാം അവരൊക്കെ എക്സാം കണ്ട് ഞെട്ടിപ്പോയിട്ടാണ്. ക്വസ്റ്റ്യൻസ് അങ്ങനെ നമ്മൾ നടത്തിയെങ്കിൽ നമ്മൾ പെട്ടുപോകും. നമ്മൾ എങ്ങനെ നോക്കി എഴുതിയാലും കിട്ടാത്ത ക്വസ്റ്റ്യൻസാണ്. അത്രയും ടഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് പിള്ളേരോട് നോക്കി എഴുതിക്കോളാൻ പറയും. എന്നിട്ട് 2.5 മണിക്കൂർ 3 മണിക്കൂർ എഴുതേണ്ട ക്വസ്റ്റ്യന് 2 മണിക്കൂർ സമയം കൊടുക്കും. അങ്ങനെയൊക്കെ ഓൺലൈൻ എക്സാം ആണെങ്കിൽ നമ്മൾ പെട്ടുപോകട്ടെ. അതിലും നല്ലത് ഈ എക്സാം തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രശ്നം ജയിച്ചു പോവാം. ഓക്കെ, ഫസ്റ്റ് ഇതാണ്. The mileage that car owners get with a certain kind of radial tire. കാണാനില്ലെങ്കിൽ ജസ്റ്റ് വായിക്കാം. The mileage that car owners get with a certain kind of radial tire is a random variable having an exponential distribution. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു ഇപ്പോൾ MRF കമ്പനി എടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ടയറിൻ്റെ കമ്പനി, അവർ മൈലേജ്, അതായത് ഒരു കാർ എത്ര കിലോമീറ്റർ ഓടും എന്ന് പറയുന്നതിൻ്റെ എന്താ പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് അവർ ഫോളോ ചെയ്യുന്നത്. വിത്ത് മീൻ, അതിൻ്റെ ആവറേജ് ഉണ്ട് 40,000. നമുക്കറിയാം, നമ്മളൊരു ബൈക്ക് മേടിച്ചു കഴിഞ്ഞാലോ ഇത്ര കിലോമീറ്റർ ഓടും എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഒരു മൈലേജ് പറയും അല്ലേ, അതാണ് അതിൻ്റെ ആവറേജ് മൈലേജ് എന്നത്. അത് കഴിഞ്ഞാൽ ടയർ മാറ്റേണ്ടി വരും അല്ലേ. ആ ആവറേജ് മൈലേജ്, അതായത് ആ ആവറേജ് മീൻ തന്നിട്ടുണ്ട് എത്രയാണ്, 40,000 കിലോമീറ്റർ, 40,000 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. Find the probabilities that the one of these tires will last at least 20,000. അവർ 40,000 കിലോമീറ്റർ ആവറേജ് ടയർ പറഞ്ഞേക്കണേ, അതിലേതോ ഒരു കാറ് അറ്റ്ലീസ്റ്റ് 20,000 കിലോമീറ്റർ ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അറ്റ്ലീസ്റ്റ് 20,000 കിലോമീറ്റർ വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്, അറ്റ്മോസ്റ്റ് 30,000 വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് തന്നേക്കണ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്റ്റെപ്പിനുള്ള മാർക്ക് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓരോ സ്റ്റെപ്പിനും നമുക്ക് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയാണ്, ലാസ്റ്റ് ആൻസർ ശരിയാണെങ്കിൽ മാത്രമേ എല്ലാ മാർക്ക് കൊടുക്കാറ്. ഓക്കെ, തമിഴ്നാട്ടിൽ അങ്ങനെയാണ്, അണ്ണാ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അങ്ങനെയാണ്. എത്ര സ്റ്റെപ്പ് എഴുതിയില്ല, ലാസ്റ്റത്തെ ആൻസർ തെറ്റിപ്പോയാൽ അവർക്ക് ചിലപ്പോൾ മാർക്കേ കിട്ടില്ല. അവർക്ക് റീവാലുവേഷൻ പേപ്പർ കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് ട്യൂഷൻ വന്നൊരു പയ്യൻ മെട്രിക്സിൽ നമ്മളെ ഐഗൻ വാല്യൂൻ്റെ പ്രോബ്ലം അല്ലേ, അത്രയും വലിയ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തിട്ട് കാനോണിക്കൽ ഫോം ആക്കിയപ്പോൾ അവന് കിട്ടിയത്, അവൻ ഫെയിലായിരുന്നു. അപ്പോൾ അവന് റീവാലുവേഷൻ ചെയ്തപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി കിട്ടും. അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയിന്നേ. അതിൽ അവർ ചോദിച്ച കാര്യത്തിന് കൂടുതലായിട്ട് അവൻ അതിൻ്റെ ഒരു റാങ്ക് ഇൻഡെക്സ് അങ്ങനെ പറഞ്ഞിട്ട് എഴുതാൻ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്, അത് എഴുതി വെച്ചതുകൊണ്ട് അവന് 1 മാർക്കും കൊടുത്തിട്ടില്ല.
16 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു. ലാസ്റ്റ് ആൻസറിൽ എന്തോ എഴുതി എന്ന് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്തു. പക്ഷെ നമുക്കങ്ങനെയല്ല, നമുക്ക് എന്താ പറയുക, അവൻ അന്ന് പഠിക്കുന്നിട്ട് അവൻ റീവാലുവേഷൻ കൊടുത്തിട്ട് ജയിച്ചു കേട്ടോ. ഓക്കെ, എങ്കിലും പറഞ്ഞതാണ് നമുക്ക് എന്താ പറയുക, സ്റ്റെപ്പിന് മാർക്ക് കിട്ടും. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും, കേരളത്തിൽ നമ്മൾ പഠിക്കാനുള്ള ഗുണം അതാണ്, കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിക്കും സ്റ്റെപ്പ് കറക്റ്റ് ആണെങ്കിൽ ആ സ്റ്റെപ്പിന് മാർക്ക് കൊടുക്കണം എന്നുള്ള റൂളുണ്ട് ആൻസർ കീയിൽ. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1-2 മാർക്ക് കിട്ടും. അതായത് ഇറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വി നോ ദാറ്റ് എന്താണ്, ചുമ്മാ എഴുതിക്കുക, ചുമ്മാ ക്വസ്റ്റ്യൻ മുഴുവൻ എഴുതിക്കരുത്. വി നോ ദാറ്റ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എന്ന് പറഞ്ഞ്, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ചുമ്മാ എടുത്തത് പി ഓഫ് എക്സ് ഈക്വൽ ടു, നമ്മൾ എഫ് ഓഫ് എക്സ് ആണ് പറഞ്ഞത് അല്ലേ. കണ്ടീഷണലിൽ കണ്ടിന്യൂസ് വരുമ്പോൾ എഫ് ഓഫ് എക്സും മറ്റേത് പി ഓഫ് എക്സും പറയും കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബാക്കിയുള്ള എഴുതാൻ നിൽക്കണ്ട, ലാംഡ ഇൻറ്റു എ റേസ്റ്റ് മൈനസ് ലാംഡ എക്സ്. ഇത് ചുമ്മാ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നു കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് അവർ പറഞ്ഞേക്കുന്നത്, അവർ മെയിൻ തന്നിട്ടുണ്ട്. മെയിൻ ഈക്വൽ ടു അവർ തന്നിട്ടുണ്ട് എത്രയാണ്, 40,000 40,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയേണ്ട ഒരു കാര്യമാണ്, അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യമാണ്, അതായത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മെയിൻ എന്ന് വിളിക്കുന്നത് എത്രയാണ്, 1/λ. ദാറ്റ് ഈസ് 1/λ ഈക്വൽ ടു 40,000. സോ ലാംഡ ഈക്വൽ ടു 1/40,000. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ലാംഡ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ശ്രദ്ധിക്കണേ, ബൈനോമിയൽ നമ്മൾ പഠിച്ചു. ബൈനോമിയൽ ചെയ്ത് എന്താണ്, അതിൻ്റെ ഉള്ളിൽ എന്നും പിയും ക്യൂവും അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് ബൈനോമിയൽ കിട്ടുള്ളൂ. അതിൽ ക്യൂ അറിയേണ്ട ആവശ്യമില്ല. പി അറിഞ്ഞു കഴിഞ്ഞാൽ, പ്രോബബിലിറ്റി അറിഞ്ഞാൽ 1 - p ചെയ്താൽ എന്ത് കിട്ടും, ക്യൂ കിട്ടും. അതുപോലെ പോയിസോൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം, പോയിസോൺ ചെയ്യണമെങ്കിൽ നമുക്ക് ലാംഡയുടെ വാല്യൂ അറിഞ്ഞിരിക്കണം. ഇവിടെ അതുപോലെ തന്നെയാണ്, ലാംഡയുടെ വാല്യൂ അറിഞ്ഞാലാണ് എന്ത് കിട്ടുള്ളൂ, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ ലാംഡ ഈക്വൽ ടു വാല്യൂ കണ്ടുപിടിച്ചു. ആ വാല്യൂ ഉണ്ടല്ലോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, എന്താണ് വരിക, 1/40,000 ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് 1/40,000 എക്സ് മുകളിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ പ്രോബ്ലം, ഓൾ പ്രോബ്ലംസ് വി ആർ കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാൻഡേർഡ് ഫോം. അതായത് ലാംഡ ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് ലാംഡ എക്സ് എന്നാക്കണം. അതിന് വേണ്ടിയിട്ട് ലാംഡയുടെ വാല്യൂ കാണണം. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താണ്, നമ്മൾ ലാംഡയുടെ വാല്യൂ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നു. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ സെറ്റ് ചെയ്ത് നിർത്തുന്നു. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണ്, എല്ലാ ഡിസ്ട്രിബ്യൂഷനും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് 5 ഡിസ്ട്രിബ്യൂഷനുള്ളൂ. അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ പാവം പിള്ളേർ അവർക്ക് 9 ഡിസ്ട്രിബ്യൂഷനൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്നുമില്ല, നമുക്ക് 5 ഡിസ്ട്രിബ്യൂഷനേ വരുന്നുള്ളൂ. അതുകൊണ്ട് പേടിക്കാനില്ല, അതിൻ്റെ ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കിട്ടി. എന്താണ് എഫ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചത്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/40,000 ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് 1/40,000 എക്സ്. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. ഇനി ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം, ഫൈൻഡ് ദ പ്രോബബിലിറ്റിക്ക് പോവാം. ഓക്കെ, എന്താണ് ഒന്നാമത്തെ പ്രോബബിലിറ്റി പറയുന്നത്, ഒന്നാമത്തെ പ്രോബബിലിറ്റി, ഫൈൻഡ് ദ പ്രോബബിലിറ്റി അറ്റ്ലീസ്റ്റ് 20,000 ആണ്. അറ്റ്ലീസ്റ്റ് 20,000 വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ഇങ്ങനെ ഒരു ഹെഡിങ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. അറ്റ്ലീസ്റ്റ് 20,000 ആണ് കാണുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ശ്രദ്ധിക്കണേ, ഞാൻ തുടക്കം മുതലേ പറയുകയാണ്, എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു. അത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് 20,000 ആണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്, ഫൈൻഡ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20,000. പ്രോബബിലിറ്റി ഓഫ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. പ്രോബബിലിറ്റി ഓഫ് ദ ട്രെയിൻ ട്രെയിൻ അല്ല, ടയർ അറ്റ്ലീസ്റ്റ് 20,000 ആണ്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20,000 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ, 20,000-നേക്കാൾ കൂടുതൽ കിലോമീറ്റർ അതിന് മൈലേജ് കിട്ടണമെന്നാണ്. 20,000-നേക്കാൾ കൂടുതൽ. എന്താണ് 20,000-നേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 20,000 മുതൽ ഇൻഫിനിറ്റി വരെ, എത്രയെന്ന് പറയുന്നില്ല. അതായത് ഇൻ്റഗ്രൽ, അത് പറയാൻ വിട്ടുപോയിട്ടോ, സോറി. അതായത് തുടക്കത്തില്ലേ ലാംഡയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണ്, എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 എന്ന് പറയുന്നുണ്ട്.
ക്വസ്റ്റിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ അപ്പർ ലിമിറ്റ് ഉണ്ടല്ലോ, അത് ഇൻഫിനിറ്റിയാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മുതൽ അങ്ങോട്ട് പോകും. അപ്പോൾ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റിയാണ്. അതായത് മറ്റേ എന്താ പറയുക, ബൈനോമിലൊക്കെ പറയുന്ന പോലെ n ഇവിടെ തരില്ല, എത്ര നമ്പർ ഓഫ് ടേം അങ്ങനെ പറയില്ല. അവിടെ n തന്നാലും നമുക്ക് അത് വരെ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ. അപ്പോൾ അതായത് ഇന്നലെ നമ്മൾ പഠിച്ച യൂണിഫോം ഡിസ്ട്രിബ്യൂഷനും ഒരു ബോർഡർ ഉണ്ടായിരുന്നു, A to B, എയുടെയും ബിയുടെയും ഇടയിലായിരുന്നു അല്ലേ. അതായത് A മുതൽ B വരെ ആയിരുന്നു അല്ലേ. അതുപോലെ ഇവിടെ ബോർഡർ എന്ന് പറഞ്ഞാൽ 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് കേട്ടോ. അതായത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിരുന്നത്. 0 മുതൽ ഇൻഫിനിറ്റി വരെ എന്നാണ് ബോർഡർ കേട്ടോ. ഇപ്പോൾ എപ്പോഴും നെഗറ്റീവ് ഇല്ല, 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 20,000 എന്ന് പറഞ്ഞ മീനിങ് എന്താണ്, 20,000 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. മനസ്സിലായോ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 20,000 എന്ന് പറഞ്ഞാൽ ഇവിടെ വാല്യൂ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. ഇൻ്റഗ്രേഷനൊക്കെ സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ചെറിയ ക്ലാസ്സിലേക്ക് പോകാം, 5ാം ക്ലാസ്സിൽ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിച്ചത് ഓർമ്മ വന്നാൽ മതി, അല്ലാണ്ട് എഞ്ചിനീയറായിട്ട് ചിന്തിക്കണ്ട കേട്ടോ. മനസ്സിലായല്ലോ? വലിയ സിമ്പിളായിട്ട് നോക്കണ്ട, സിമ്പിളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈക്വൽ ടു ഇൻ്റഗ്രൽ 20,000 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എത്രയാണ്, 1/40,000. കണ്ടോ, കുറേ നമ്പറുകൾ കാണുമ്പോൾ ഞെട്ടണ്ട, സിമ്പിളാണ്. നമ്പറിൻ്റെ വലിപ്പം കണ്ടിട്ട് പേടിക്കരുത്. ഓക്കെ, എക്സ് ഡി എക്സ് നമ്മൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് ക്ലിയർ. അപ്പോൾ ഇതാണ് കിട്ടിയത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്, ഇൻ്റഗ്രൽ 20,000 ടു ഇൻഫിനിറ്റി 1/40,000 ഇൻറ്റു e raised to minus 1/40,000 എക്സ് ഡി എക്സ്. ഇതെന്താണ്, എഫ് ഓഫ് എക്സിന് നമ്മൾ എഴുതി വെച്ച വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഞാനൊന്നും മുകളിൽ എഴുതുന്നുണ്ട്, കാരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, സ്ലോയിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് സ്റ്റെപ്പൊക്കെ അതുപോലെ എഴുതാണ്. നമ്മുടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/40,000 കോൺസ്റ്റൻ്റ് അല്ലേ, അങ്ങേരെ പിടിച്ച് വെളിയിലിട്ടു. ബാക്കി എന്താ വരിക, ഇൻ്റഗ്രൽ. ചിലവരൊക്കെ ബുദ്ധിയുള്ളവരായിരിക്കും, ബുദ്ധിയില്ല, ഭയങ്കര സ്മാർട്ടായിരിക്കും, അവരൊക്കെ ഒറ്റയ്ക്ക് ആൻസർ ചെയ്തോളൂ കേട്ടോ. ഞാൻ ഒന്നും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കോൺസ്റ്റൻറ്റിന് ഔട്ട് സൈഡ് ഇട്ടു, എന്നിട്ട് e raised to minus 1/40,000 എക്സ് ഡി എക്സ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. കേട്ടല്ലോ? ഇപ്പോൾ e raised to ഇൻ്റഗ്രൽ ഞാൻ മുമ്പ് പറഞ്ഞു. എന്താണ് e raised to ഇൻ്റഗ്രൽ? e raised to ഇൻ്റഗ്രൽ എന്താ വരിക, അത് തന്നെയാണ് അല്ലേ. അതായത് 1/40,000 അവിടെ അങ്ങനെ ഇട്ടേ, ഒന്നും ചെയ്തില്ല, അവിടെ വിളിക്കട്ടെ, ഒരു ബ്രാക്കറ്റ് ഇട്ടു. ഇത് e raised to ഇൻ്റഗ്രൽ എന്താണ്, അത് തന്നെ എഴുതി വയ്ക്കുക. അതായത് e raised to minus 1/40,000 എക്സ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കോൺസ്റ്റൻ്റ് വന്നാൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബൈ ഇതിൻ്റെ എല്ലാം ഉള്ളിലുള്ള കോൺസ്റ്റൻ്റ് എന്താണ്, -1/40,000 ആണ് കോൺസ്റ്റൻ്റ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ ലിമിറ്റ് എത്രയാണ്, 20,000 മുതൽ ഇൻഫിനിറ്റി വരെയാണ് ലിമിറ്റ് ഇൻ്റഗ്രേഷൻ കൊടുക്കേണ്ടത്. എല്ലാ പ്രോബ്ലത്തിലും ശ്രദ്ധിക്കണേ, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ പ്രോബ്ലവും ഇതും തമ്മിൽ വെട്ടിപ്പോവും. എല്ലാ പ്രോബ്ലം വെട്ടിപ്പോവും കേട്ടോ. അതിനാണ് മെമ്മറിലെസ് പ്രോപ്പർട്ടി പറഞ്ഞിട്ട് ഷോർട്ട് കട്ട് അവർ ഉണ്ടാക്കിയത്. ഇതും തമ്മിൽ വെട്ടിപ്പോവും. ബാക്കിയുള്ള ആകെ കൂടി വരെ എല്ലാ പ്രോബ്ലത്തിലും ഇവിടെ വരുന്ന എത്രയായിരിക്കും, മൈനസ് ആണ് വരിക. ആ മൈനസിനെ ഫ്രണ്ടിലേക്ക് എടുക്കുക. ഈക്വൽ ടു മൈനസ് ഓഫ് e raised to minus 1/40,000 എക്സ് ലിമിറ്റ് 20,000 മുതൽ ഇൻഫിനിറ്റി വരെ. ഇതുവരെ മനസ്സിലായത് വിചാരിക്കുന്നത്. എന്താ ചെയ്തത്, ഇൻ്റഗ്രേറ്റ് ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റഗ്രേഷനാണ്. കാണാൻ കുറച്ച് റിസ്ക് ആണെന്നുള്ളൂ, കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് നോക്കണ്ട. വലിയ നമ്പർ ആയതുകൊണ്ട് ബുദ്ധിമുട്ട് പേടിക്കണ്ട. e raised to minus 1/40,000 എക്സ് ആണ്, അതങ്ങനെ എഴുതി -1/40,000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളതിൽ ലിമിറ്റ് കൊടുക്കുകയാണ്. ഈക്വൽ ടു മൈനസ് ഓഫ് അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. എക്സ് കാണുന്നിടത്ത് ഇൻഫിനിറ്റി കൊടുക്കുന്നു, മൈനസ് എക്സ് കാണുന്നിടത്ത് 20,000 കൊടുക്കുന്നു. അപ്പോൾ e raised to minus 1/40,000 ഇൻഫിനിറ്റി മൈനസ് e raised to minus 1/40,000 into 20,000. ഓക്കെ, ഈക്വൽ ടു മൈനസ് ഓഫ് e raised to ഇൻഫിനിറ്റി വന്നാൽ എന്ത് വന്നാലും അവിടെ മൈനസ് ഇൻഫിനിറ്റി. ഇത് വെട്ടിക്കളയുമ്പോൾ e raised to minus 0.5 അല്ലെങ്കിൽ e raised to minus 1/2 എന്ന് പറഞ്ഞാലും മതി. അത് നിങ്ങൾ വെട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ.
0 വെട്ടിപ്പോയി ബാക്കി 2/4 ആണ്. 2/4 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് മൈനസ്, ശ്രദ്ധിക്കണേ, e raised to മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ് കേട്ടോ. e raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, e raised to ഇൻഫിനിറ്റി പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെയാണ് കേട്ടോ. കേട്ടല്ലോ, e raised to മൈനസ് ഇൻഫിനിറ്റി പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മൈനസ് ഓഫ് e raised to മൈനസ് ഇൻഫിനിറ്റി 0 മൈനസ് e raised to മൈനസ് 0.5ൻ്റെ വാല്യൂ കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. വാല്യൂ വരുന്നത് 0. ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല കേട്ടോ, കാൽക്കുലേറ്റർ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. നോക്കട്ടെ, 6065 കാൽക്കുലേറ്റർ ഉണ്ട്, അത് ജസ്റ്റ് വർക്ക് ആവണില്ല. ഈക്വൽ ടു ടെസ്റ്റിൽ ഇതാണ് ആൻസർ തന്നേക്കണത്. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. e raised to ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് ഷിഫ്റ്റ് LN എന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ e raised to x എന്ന് കിട്ടും. അവിടെ മൈനസ് എന്ന് ഇടാം, വേറെ ഒന്നും അടിക്കണ്ട. എന്നിട്ട് 0.5 എന്ന് അടിച്ചാൽ മതി. അതായത് e അടിച്ചിട്ട് വീണ്ടും raised to ഇടാൻ നിൽക്കരുത്. raised to ഇടേണ്ട ആവശ്യമില്ല, ചുമ്മാ e എന്ന് അടിച്ചിട്ട് വാല്യൂൻ്റെ ബ്രാക്കറ്റിൽ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ കാൽക്കുലേറ്ററിൽ. അപ്പോൾ ആൻസർ 0.6065 ഇതാണ് ആൻസർ തന്നേക്കുന്നത്. കേട്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മനസ്സിലായി വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റഗ്രേഷൻ ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത് അറ്റ്മോസ്റ്റ് 30,000 എന്നാണ്. അറ്റ്മോസ്റ്റ് 30,000 വരെ, അതായത് പി ഓഫ് അറ്റ്മോസ്റ്റ് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30,000 അതുവരെ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഈക്വൽ ടു അതുവരെയാണ്. അപ്പോൾ തുടക്കം എന്താണ്? 0 to ആണ് അല്ലേ? തുടക്കം 0 to ആണ്. അപ്പോൾ 0 to 30,000 മനസ്സിലായി. ഞാൻ പറഞ്ഞു തുടക്കം എപ്പോഴും 0 to ഇൻഫിനിറ്റി ആണ് കേട്ടോ. f of x dx, അതായത് ഇൻ്റഗ്രൽ 0 to 30,000 f of x എന്താണ്? 1/40,000 ഇൻറ്റു e raised to മൈനസ് 1/40,000 x dx. അതിന് ഇതേപോലെ നേരത്തെ പോലെ 1/40,000നെ ഔട്ട് സൈഡ് എടുത്ത് നേരത്തെ ചെയ്ത പോലെ ഞാൻ അതൊന്ന് സ്റ്റെപ്പ് ഞാൻ കട്ട് ചെയ്തു. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. e raised to മൈനസ് 1/40,000 x ബൈ മൈനസ് 1/40,000 എന്ന് കിട്ടും. ഓക്കെ, ലിമിറ്റ് 0 to 30,000 ആണ്. ഇത് വെട്ടിപ്പോയി, മനസ്സിലായല്ലോ? നേരത്തെ പോലെ തന്നെ വരിക. ഇതിലവിടെ ലിമിറ്റ് കൊടുക്കുകയാണ്. ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 30,000 ആണ് അപ്പർ ലിമിറ്റ് കൊടുക്കേണ്ടത്. e raised to മൈനസ് 1/40,000 ഇൻറ്റു 30,000 മൈനസ് e raised to മൈനസ് 1/40,000 ഇൻറ്റു 0, അതായത് മൈനസ് ഓഫ് e raised to മൈനസ് 3/4 വെട്ടിപ്പോകും. മൈനസ് e raised to 0, e raised to 0 1 ആണ്. അപ്പോൾ മൈനസ് ഓഫ് e raised to മൈനസ് 3/4 0.575 അല്ലേ? അതിൻ്റെ വാല്യൂ വരുന്നത് e raised to 3/4 മൈനസ് 0.75 എഴുതുക. മൈനസ് 1 എന്ന് കിട്ടും. ഇത് ബ്രാക്കറ്റ് മൈനസ് ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ 1 മൈനസ് e raised to മൈനസ് 0.75 എന്ന് വരും കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ ടെക്സ്റ്റിലുള്ള ആൻസർ 0.52, 1 മൈനസ് ചെയ്തിട്ടുള്ള ആൻസറാണ് കിടക്കുന്നത്. 0.5276 എന്നാണ് കിടക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, എന്താണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ചെയ്യേണ്ടത്? ആദ്യം ലാംഡയുടെ വാല്യൂ കാണാം. f of x equal to ലാംഡ x മൈനസ് ലാംഡ എക്സിൽ കൊടുക്കുക. അത് സെറ്റ് ചെയ്ത ശേഷം ഓരോ ക്വസ്റ്റ്യൻ നോക്കുകയാണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ 20,000 മുതൽ ഇൻഫിനിറ്റി വരെ. അറ്റ്മോസ്റ്റ് ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ 0 മുതൽ 30,000 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to എന്നുള്ള ടേമേ വരുള്ളൂ. അതിൻ്റെ ഇൻ്റഗ്രൽ അതേ ബൈ കോൺസ്റ്റൻറ്റ് വരും. ആ കോൺസ്റ്റൻറ്റ് ഫ്രണ്ടിലത്തെ കോൺസ്റ്റൻറ്റ് തമ്മിൽ എല്ലാ പ്രോബ്ലത്തിനും വെട്ടിപ്പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ എടുക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.